ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു വചനം വായിച്ച് നോക്കിയാലോ. ദയ തോന്നി എന്നെ കടാക്ഷിക്കണമേ, ഞാൻ ഏകാകിയും പീഡിതനുമാണ്. സങ്കീർത്തന പുസ്തകത്തിൽ വായനയാണ്. നമുക്ക് വചനം എന്താ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ. സഹനങ്ങളെ ദൈവാനുഗ്രഹമായി കാണാൻ പഠിക്കുക. സ്വന്തം പാപം വഴിയുണ്ടായ സഹനത്തെക്കുറിച്ചല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രാർത്ഥിച്ചിട്ടും നാം ഉദ്ദേശിച്ച ഉത്തരം ദൈവത്തിൽ നിന്ന് ലഭിക്കാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ദൈവജ്ഞാനവും സ്നേഹനിധിയുമാണ്. അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടും കിട്ടാത്ത കാര്യങ്ങളെ ഓർത്ത് നാം ദൈവത്തിന് നന്ദി പറയണം. സഹായം സ്വീകരിച്ചവരിൽ നിന്ന് നന്മയുടെ ഒരു വാക്കുപോലും തിരിച്ചു കിട്ടുക ഇല്ല എന്ന് ഉറപ്പുണ്ടായിട്ടും നന്മ ചെയ്യാൻ ഒരാൾക്ക് പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ്. തന്നെ തിരിച്ചു വിളിക്കുകയില്ലെന്ന് ഉറപ്പുള്ള സദ്യയ്ക്ക് വിളിക്കുന്നതിൻ്റെ നന്മയെക്കുറിച്ച് യേശുക്രിസ്തു പറയുന്നുണ്ട്. ആധ്യാത്മികതയിൽ സ്വാർത്ഥത കടന്നു വരാതിരിക്കാൻ നാം പ്രത്യേകം ശ്രമിക്കേണ്ടതുണ്ട്. പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, എൻ്റെ ഹൃദയം മറ്റൊന്നിനെ അന്വേഷിക്കാതിരിക്കാൻ എനിക്ക് കൃപ തരണമേ. ഓക്കെ, താങ്ക് യു.